ഹലോ, ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളിലും നമുക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യേണ്ട പല സന്ദർഭങ്ങളും വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും പലരും നമ്മുടെ കുട്ടികളിൽ എന്തിനാ റൂട്ട് കനാലിന്റെ ആവശ്യമുണ്ടോ, അത് പറയാനുള്ള പല്ലല്ലേ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. തീർച്ചയായിട്ടും പറയുന്ന പല്ലുകളാണ് പീഡിയാട്രിക് പല്ലുകൾ. 12 വയസ്സ് തൊട്ട് 13-14 വയസ്സിനുള്ളിൽ ആ അണപ്പല്ലുകൾ, പാൽപ്പല്ലുകളെല്ലാം പറഞ്ഞു പോകും. പക്ഷേ നമുക്ക് ആ സമയത്ത് ഒരു 4, 5, 6 വയസ്സ് സമയത്ത് അണപ്പല്ലുകൾക്ക് എന്തെങ്കിലും കേടുവരുമോ, അതിന് ഇൻഫെക്ഷൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അത് ചവയ്ക്കാൻ ബുദ്ധിമുട്ട് വരികയും അതിനോടൊപ്പം തന്നെ ആ കുട്ടികൾ സ്വതവേ ആ ഒരു സൈഡ് ചവയ്ക്കാതെ മറ്റേ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മാത്രം യൂസ് ചെയ്ത് അവർക്ക് കൂടുതൽ ഡാമേജ് വരികയും ചെയ്യും. അവർ പയ്യെ അവർക്ക് വിശപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളത് കേടുവരുവാണെങ്കിൽ നമ്മൾ ആ പല്ല് 12 വയസ്സ് വരെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പിള്ളേരിൽ. അപ്പോൾ അതിൽ 2 രീതിയിൽ ചെയ്യാറുണ്ട്. അത് പൾപ്പക്ടമിയും പൾപ്പോട്ടമിയും എന്ന് പറയും. കാരണം ഒന്നില് നമ്മൾ അതിന്റെ ടോപ്പിലുള്ള ഞരമ്പ്, അതിന്റെ ആ പൾപ്പിന്റെ ഭാഗം ജസ്റ്റ് ഒരു മെഡിക്കേഷൻ വെച്ച് കവർ ചെയ്തിട്ട് അതിന് കവറിങ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റീൽ ക്രൗൺസോ അല്ലെങ്കിൽ ഇപ്പോൾ സെറാമിക് ക്രൗൺസ്, പല്ലിൻ്റെ അതേ നിറമുള്ള ക്രൗൺസ് ഉണ്ട്, ഏതിൽ വേണമെങ്കിലും ചെയ്യാം. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത് അവരുടെ നോർമൽ പ്രൊസീജിയർ കറക്റ്റ് ആവാനായിട്ട് നല്ലതാണ്. രണ്ടാമത്തെ ഒരു സംഗതികളിൽ നമ്മൾ വരുന്നത്, നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ വേരും കംപ്ലീറ്റ് ക്ലീൻ ആക്കി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. വലിയവരുടെ റൂട്ട് കനാൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആ ഇൻഫെക്ഷൻ മാറ്റാനായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും, പഴുപ്പുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ആ പല്ല് പറയാതിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ വളരെ ചുരുക്കം കേസുകളിൽ നമ്മൾ പറിച്ചു കൊടുക്കേണ്ട ഇത് വരാറുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് അവരുടെ നോർമൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ചവയ്ക്കുന്ന രീതി മാറിപ്പോകാതിരിക്കാനും അവരുടെ ഹെൽത്തും ഇമ്മ്യൂണിറ്റിയും കൂട്ടാനും ചെയ്യുന്ന പ്രൊസീജിയറാണ്. തീർച്ചയായിട്ടും 12 വയസ്സ് വരെ അണപ്പല്ലുകൾ കുട്ടികൾക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പേരൻസ് എല്ലാം മനസ്സിലാക്കണം. അതിനനുസരിച്ച് പ്രിസർവ് ചെയ്യണം. താങ്ക് യു.